ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്കിനെ ടാർഗറ്റ് ചെയ്യാൻ ഒന്നുകൂടെ പറയുകയാണ് 200. സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് KP രാഹുലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. എല്ലാവരും തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, അതായത് KP രാഹുൽ ചെന്നൈയിൻ FC പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ ബംഗളൂരുവിലേക്ക്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് പറയുന്നത്. അദ്ദേഹം ചെന്നൈയിലോ ബംഗളൂരുവിലോ ഒന്നുമല്ല പോകാൻ പോകുന്നത്. നിങ്ങൾ അറിഞ്ഞു കാണും, ഒഡീഷ FC കൂടുമാറാൻ പോവുകയാണ് KP രാഹുൽ. ഒരുപക്ഷെ മിക്കവാറും ഈ ഒരു വിൻഡോയിൽ പോകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം റൈറ്റ് വിങ്ങിൽ KP രാഹുൽ കൂടെ പോയി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. സോ മിക്കവാറും എനിക്ക് തോന്നുന്നു അടുത്ത വിൻഡോയിലായിരിക്കും, സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരിക്കും പോകാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച്, കൂടുമാറ്റത്തെക്കുറിച്ച് രാഹുലിൻ്റെ എന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുന്നതായിരുന്നു നല്ലതൊരു. റൈറ്റ് വിങ്ങറായിട്ട് അദ്ദേഹത്തെ കളിപ്പിക്കേണ്ട, റൈറ്റ് ബാക്കായിട്ട് കളിപ്പിക്കാൻ പറ്റിയൊരു പ്ലെയറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഒരു കോച്ചും, അതായത് അദ്ദേഹം അണ്ടർ 70 കളിക്കുന്ന സമയത്ത് ആ ഒരു കോച്ച് മാത്രമേ ഇത് റൈറ്റ് ബാക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. വേറെ ആരും റൈറ്റ് ബാക്കായിട്ട് ഇത് ഉപയോഗിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ എന്തായാലും ഒരു റൈറ്റ് ബാക്കായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു താരമാണ് രാഹുൽ KP. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സച്ചിൻ സുരേഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റാണ്. നമുക്കറിയാം ഈ ഒരു സീസണിൽ കുറേ അധികം മിസ്റ്റേക്ക് സച്ചിൻ സുരേഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും സച്ചിൻ ഒരു നല്ലൊരു ഗോൾ കീപ്പർ തന്നെയാണ്. എൻ്റെ ഒരു പ്രോസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണൊക്കെ വെച്ച് നമ്മൾ അദ്ദേഹത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. സോ എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അതായത് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഞാൻ മെഷീനൊന്നുമല്ല, എനിക്ക് മിസ്റ്റേക്ക് സംഭവിക്കാതിരിക്കാൻ, ഞാൻ പ്രൊഫഷണലാണ്. സോ അത് അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് നീങ്ങുക എന്നത് ഒരു പ്രൊഫഷണലിന് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ബട്ട് മിസ്റ്റേക്ക് കുറച്ച് കൂടിപ്പോയി എന്നൊരു കാര്യം വേറെ. എന്തായാലും സച്ചിൻ സുരേഷ് തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗോൾ കീപ്പർമാർ അധികം മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. സോ എന്തായാലും സച്ചിൻ ആ ഒരു പഴയ ഫോമിലേക്ക് തിരിച്ചു വരട്ടെ, അദ്ദേഹം ഇവിടെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു.